Hello dears, welcome back. അപ്പോൾ ഇന്ന് വീണ്ടും ഒരു കിഡിലൻ റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഇന്ന് ചെയ്യാൻ പോകുന്നത് ഒരു കോമ്പിനേഷൻ ഐറ്റമാണ്. അത് കോമ്പിനേഷൻ ഐറ്റം ഒരു സിംഗിൾ വീഡിയോ ആയിട്ട് ചെയ്തു കഴിഞ്ഞാൽ ഒരുപാട് ലാഗ് ആയി പോകും അല്ലേ. നിങ്ങൾക്ക് വേണമെങ്കിൽ കാണാനായിട്ടൊന്നും വലിയ ഇൻട്രസ്റ്റ് ഒന്നും ഉണ്ടാവില്ല, ഭയങ്കര ലെങ്തി ആയി കഴിഞ്ഞാൽ. അപ്പോൾ അതുകൊണ്ട് തന്നെ പാർട്ട് 1 പാർട്ട് 2 ആയിട്ട് കാണിക്കാനാണ് പ്ലാൻ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ആദ്യത്തെ പാർട്ടിൽ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ചെയ്യുന്നത് ഒരു മെയിൻ കോഴ്സാണ്. അത് ഒരു കറി ആ ഒരു രീതിയിലുള്ളതാണ്. അപ്പോൾ രണ്ടാമത്തേത് അതിൻ്റെ കൂടെയുള്ള ഒരു കോമ്പിനേഷൻ ഐറ്റം. അപ്പോൾ ആദ്യത്തെ പാർട്ട് 1 ചെയ്യാൻ പോകുന്നത് എന്താണെന്നല്ലേ നിങ്ങളിപ്പോൾ ആലോചിക്കുന്നത്. പാർട്ട് 1 ചെയ്യാൻ പോകുന്നത് നമ്മളുടെ മട്ടൺ ലിവർ റോസ്റ്റ് ആണ്, അതായത് ലാംബ് ലിവർ റോസ്റ്റ് എന്നും വേണമെങ്കിൽ പറയാം. അപ്പോൾ നമ്മുടെ ആടിൻ്റെ കരള് വരട്ടിയെടുത്തിരിക്കുന്നത് അതാണ് ഇന്ന് നിങ്ങൾക്ക് വേണ്ടിയിട്ട് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമ്മൾക്ക് എങ്ങനെയാണ് ആടിൻ്റെ ലിവർ റോസ്റ്റ് ചെയ്യേണ്ടതെന്ന് നോക്കിയിട്ട് വരാം. അപ്പോൾ ലിവർ റോസ്റ്റ് ഉണ്ടാക്കാനായിട്ടുള്ള ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ആദ്യം വേണ്ടത് ലിവറാണ്. അത് ഞാനിപ്പോൾ എടുത്തിരിക്കുന്നത് ആടിൻ്റെ ലിവറാണ്. 1/2 കിലോ എടുത്തിട്ടുണ്ട്. അത് നന്നായിട്ട് വിനെഗർ ഇട്ട് കഴുകി ഒരു 7-8 തവണ കഴുകി എടുത്തിരിക്കുന്നതാണ്. നല്ല വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. അടുത്തത് വേണ്ടത് സവാള, 2 വലിയ സവാള നീളത്തിലരിഞ്ഞത്, ഒരു വലിയ തക്കാളി നീളത്തിലരിഞ്ഞത്, പിന്നെ ഇത് ഇഞ്ചിയും വെളുത്തുള്ളിയും കുരുമുളകും കൂടെ ചതച്ചു വെച്ചിരിക്കുന്നതാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ അത് മിക്സിയിലിട്ടൊന്ന് കറക്കിയെടുക്കാം. പിന്നെ ഒരു 5 പച്ചമുളക് നെടുകെ കീറി എടുത്തിട്ടുണ്ട്, വലിയ പച്ചമുളകാണ് എടുത്തിരിക്കുന്നത്. പിന്നെ കറിവേപ്പില. ഇനി ആവശ്യമായിട്ടുള്ള മസാലപ്പൊടികളാണ് പറയുന്നത്. ഗരം മസാല 1 ടേബിൾ സ്പൂൺ, ഒരു 1/4 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി, ആവശ്യത്തിന് ഉപ്പ്, മുളക് പൊടി, സാധാരണ മുളക് പൊടിയാണ് എരിവുള്ളത്, അത് ഒരു 1/2 ടേബിൾ സ്പൂൺ എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു 1/2 ടേബിൾ സ്പൂണോളം മല്ലിപ്പൊടി എടുത്തിട്ടുണ്ട്. പിന്നെ ആവശ്യത്തിന് വെളിച്ചെണ്ണ. അപ്പോൾ നമുക്ക് ലിവർ റോസ്റ്റ് ഉണ്ടാക്കാനായിട്ട് തുടങ്ങാം. അതിനായിട്ട് സ്റ്റൗ ഓൺ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഞാൻ ലിവർ റോസ്റ്റ് ഉണ്ടാക്കാൻ വേണ്ടി പോകുന്നത് ഒരു ഉരുളിയിലാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ മൺചട്ടി യൂസ് ചെയ്യാം, അതാകുമ്പോൾ ടേസ്റ്റ് ഒന്നുകൂടെ കൂടും. നമ്മൾക്ക് ഇതിപ്പം ചൂടായിട്ടുണ്ട്. ഇനി ഇതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ ഇപ്പോൾ നന്നായിട്ട് ചൂടായിട്ട് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും കുരുമുളകും കൂടെ ചതച്ച് വെച്ചിരിക്കുന്ന കൂട്ട് ഇട്ട് കൊടുക്കാം. ഇത് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം. അപ്പോൾ ഇതാ ഇഞ്ചിയും വെളുത്തുള്ളിയും കുരുമുളകൊക്കെ നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് സവാളയും പച്ചമുളകും കറിവേപ്പിലയും ഇട്ട് കൊടുക്കാം. ഇത് നന്നായിട്ട് വഴറ്റിയെടുക്കാം നമുക്ക്. ഇതിലേക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും കുരുമുളകും ചേർത്തിട്ടുണ്ടായിരുന്നില്ലേ, അതിൻ്റെ അളവെന്ന് പറയുന്നത് 1 ടേബിൾ സ്പൂൺ ഇഞ്ചി, പിന്നെ ഒരു കുടം വെളുത്തുള്ളി അങ്ങനെ തന്നെ എടുത്ത് അത് നന്നായിട്ട് ചതച്ചെടുക്കുക. പിന്നെ ഒരു 15 മുതൽ 20 മണിയോളം കുരുമുളക്. ഇപ്പോൾ ഇതാ സവാളയും നമ്മളുടെ വെളുത്തുള്ളിയും ഇഞ്ചിയും കുരുമുളകും പച്ചമുളകൊക്കെ നന്നായിട്ട് വാടി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് തക്കാളി ഇട്ട് കൊടുക്കാം. തക്കാളി ഇട്ടിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. എന്നിട്ടൊരു 2 മിനിറ്റ് ഒന്ന് അടച്ചു വെച്ചിട്ട് വേവിക്കാം നമുക്ക്. ഇപ്പോൾ ഒരു 2 മിനിറ്റ് ആയിട്ടുണ്ട്. നമുക്കൊന്ന് തുറന്ന് നോക്കാം. അപ്പോൾ തക്കാളിയും ഒക്കെ നന്നായിട്ട് വഴന്നു വന്നിട്ടുണ്ട് കേട്ടോ. ഇനി ഒന്നിത് മിക്സ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ഇതിലേക്ക് നമുക്ക് മസാലപ്പൊടികൾ ഇട്ട് കൊടുക്കാം. മസാലപ്പൊടികളെല്ലാം ഞാൻ ഇതിലേക്ക് ഇടുന്നുണ്ട് കേട്ടോ. നന്നായിട്ട് വഴറ്റി കൊടുക്കുക. അതിൻ്റെ ഒരു പച്ചമണമൊക്കെ ഒന്ന് മാറണം. മസാലയൊക്കെ ഗ്രേവി നന്നായിട്ട് സവാളയിലേക്കും തക്കാളിയിലേക്കും ഒക്കെ ആ മസാല ഇറങ്ങി ചെല്ലണം.
നന്നായിട്ട് പിടിക്കാൻ വേണ്ടിയിട്ട് ഇളക്കി കൊടുക്കുക. എന്നിട്ട് വീണ്ടും ഒരു 2 മിനിറ്റ് ഒന്ന് അടച്ചു വെച്ചിട്ട് വേവിക്കുക. നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് ഒരു 15 മിനിറ്റോളം അടച്ചു വെച്ച് വേവിക്കണം കേട്ടോ. ഇടയ്ക്കൊന്ന് തുറന്നിട്ട് ഇളക്കി കൊടുക്കുക. അല്ലെങ്കിൽ നമ്മൾ വെള്ളമൊന്നും ചേർക്കുന്നില്ലല്ലോ, അപ്പോൾ അടിക്ക് പിടിക്കാനായിട്ട് ചാൻസ് കൂടുതലാണ്. അപ്പോൾ ഒന്ന് ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കുക. കറക്റ്റ് 10-15 മിനിറ്റ് മതി ഇത് വേവാനായിട്ട്. നമ്മൾ ഒരുപാട് നേരം വേവിക്കുമ്പോഴത്തേക്കും ഹാർഡായി പോകും കേട്ടോ. നമുക്ക് അടച്ചു വെച്ച് വേവിക്കാം. ഇപ്പോൾ ഒരു 10 മിനിറ്റ് ആയിട്ടുണ്ട്. നമുക്ക് തുറന്ന് നോക്കാം. ലിവറിലെ വെള്ളമൊക്കെ ഒന്ന് ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ ഇതിലേക്ക്. ഇനി ഒരു 5 മിനിറ്റ് കൂടെ നമുക്ക് വേവിക്കാം കേട്ടോ. ഇപ്പോൾ ഇതാ 15 മിനിറ്റോളം ആയിട്ടുണ്ട്. കണ്ടില്ലേ? അപ്പം നമ്മുടെ ലിവർ കറി റെഡി. ഞാൻ സ്റ്റൗ ഓഫ് ചെയ്യാണ് കേട്ടോ. കറക്റ്റ് 15 മിനിറ്റ് ഞാൻ വേവിച്ചിട്ടുള്ളൂ, അതിൽ കൂടുതലൊന്നും എടുത്തിട്ടില്ല. നമുക്കിനി ടേസ്റ്റ് ചെയ്ത് നോക്കാം. അപ്പോൾ ഇതാ കണ്ടില്ലേ നമ്മുടെ മട്ടൺ ലിവർ റോസ്റ്റ്. അടിപൊളിയല്ലേ? ഇനി ഇതിൻ്റെ കോമ്പിനേഷൻ ഒന്ന് വെച്ച് നമുക്ക് കഴിച്ച് നോക്കാവേ.